വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? പോത്തിനോടാണോ വേദം ഓതുന്നത്? ചോദ്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട്. ഒരിക്കലുമില്ല. ഞാൻ എന്നെ 5 വർഷം വോട്ട് ചെയ്ത് ഒരു പണച്ചെലവുണ്ടായി. അത് തീർത്തിട്ട് മറ്റെന്തിനെ കുറിച്ചും ചിന്തിക്കും. ഇനി അതിനോട് ഞാൻ വാക്ക് തരണം. എന്റെ പൊന്നോ വേണ്ട, 5 രൂപ ഉപകാരം ഉണ്ടായില്ല. നന്ദി എന്റെ നന്ദി. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് കളഞ്ഞിട്ട് പോകും. അങ്ങനെ വഴിക്ക് വാ. സത്യം പറയാണ്, എന്റെ നെഞ്ചത്ത് കൈവച്ചാണ് ഞാൻ പറയുന്നത്. നീ പറയുന്ന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ? അന്നൊക്കെ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉദ്ദേശിച്ചത്. എന്റെ അമ്മ സത്യം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിങ്ങളെല്ലാം കൂടി വ്യാഖ്യാനിച്ച് അത് അങ്ങനെ ആക്കി എടുക്കണം ഇലക്ഷൻ വരുന്നത് കൊണ്ട് എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടായെങ്കിൽ എനിക്കതിനകത്ത് എന്താണ്, നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കരുത്. കേരളത്തിൽ എവിടെയാണ് എയിംസ് വരേണ്ടത്? അതെന്തിനാ? ആലപ്പുഴയ്ക്ക് ഇത് കൊടുക്കണം എന്ന് അന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചത് നിലപാടായിരുന്നു. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ അറിവാണല്ലോ. ഇങ്ങ് സംസ്ഥാനത്തിന്റെ ഒരു അറ്റത്തുമല്ല കിടക്കുന്ന, ഒത്ത നടുവിൽ എന്ന് പറയാനൊക്കത്തില്ല. അത് പക്ഷേ തൃശ്ശൂരാണ്. അപ്പോ ഈ സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടാ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാ ചിലപ്പോ. ഞാൻ ആ സ്വാർത്ഥതയും ഇപ്പോഴും നിലപാട് മാറ്റത്തിലൂടെ അറിയിച്ചിട്ടില്ല. അതെന്നും ഉണ്ടായാ മതി. അപ്പൊ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അല്ല, ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും വേണ്ട വേണ്ട, ഇവനെ വിട്ടുകളി. ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. സ്ഥലം വാങ്ങിയെടുക്കണം. അവിടെയാണ് ഇത് വരേണ്ടത്. സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ കേരള. നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. കേരളത്തിൽ എയിംസ് ഇനി എന്നത്തേക്ക് വരും? എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. എന്റെ ആശാൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. എന്തിനാ സാർ ഇന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം.